എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഹലോ, മനസ്സിലായില്ലോ? अब सब फूल के सब इस दुनिया का हर एक चीजों को फूल कर परमेश्वर को आराधना किया, वो सबसे बढ़िया बात है. ഹല്ലേലൂയ. हालेलुया. പലർക്കും ആരാധിക്കാൻ പല തടസ്സങ്ങളുമുണ്ട്. कई लोगों को आराधना करने को बहुत कुछ रुकावट है. ചിലപ്പോൾ പ്രയാസങ്ങളായിരിക്കാം, कई समस्या है, ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം. कई बीमारी का कारण है. പക്ഷേ നിങ്ങൾ അതിനെല്ലാം മാറ്റിവെച്ച് കർത്താവിൽ വളരെ സന്തോഷിക്കുകയായിരുന്നു. लेकिन आप सब कुछ छोड़कर प्रभु में आनंद में रह रहा था. ഹല്ലേലൂയ. हालेलुया. കർത്താവിൽ നമ്മൾ സന്തോഷിക്കുന്നത് നമ്മുടെ ബലമാകുന്നു. प्रभु में आनंद में रहना समय वो हमारा ताकत का कारण हो जाएंगे. ഹലോ, हालेलुया. നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നത് നമ്മുടെ ബലമാണ്. हम प्रभु में आनंद में रहना समय वो हमारा ताकत का कारण हो जाएंगे. ഇവർക്കാർക്കും മനസ്സിലായില്ല തോന്നുന്നു. ശരിക്കും ये सही वाले लोगों को समझ में नहीं ആയില്ല. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന്റെ വചനം പറയുന്നേ, परमेश्वर का वचन में ऐसे लिखा है, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, हम परमेश्वर को आराधना करना समय, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ हम प्रभु को स्तुति करना समय ദൈവം വീരനെ പോലെ ഇറങ്ങി വരും. हमारे परमेश्वर एक योद्धा समान हमारे बीच में उतरने वाला प्रभु है. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ നിങ്ങളുടെ ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളതാണ്. आपका आराधना का मतलब आप आराधना करना समय परमेश्वर स्वर्ग से पृथ्वी पर उतरता है. ഹല്ലേലൂയ. കർത്താവ് വെറുതെ വരത്തില്ല. परमेश्वर वैसे नहीं आता है. ദൈവം ഒരു വീരനെ പോലെ ഇറങ്ങി വരും. परमेश्वर एक योद्धा समान आता है. പഴയ നിയമത്തിൽ എരിഹോ എന്ന് പറഞ്ഞ ഒരു പട്ടണം ഉണ്ടായിരുന്നു. पुराने नियम में एरिको वाला एक हालेलुया शहर है. ശ്രദ്ധയോടെ കേട്ടാട്ടെ. आप लोग ध्यान से सुनिए. പഴയ നിയമത്തിൽ എരിഹോ എന്ന പട്ടണം ഉണ്ടായിരുന്നു. पुराने नियम में एरिको वाला एक शहर था. അതിന് നാല് ചുറ്റും നല്ല മതിലുണ്ടായിരുന്നു. इसके चारों तरफ ऊंचा वाला बड़ा वाला दीवार था. അതിനെ ഒരിക്കലും പൊളിക്കാൻ പറ്റത്തില്ലായിരുന്നു. वो दीवार को कभी भी तोड़ने को नहीं सकता था. മാൻ പവറിനെ കൊണ്ട് പൊളിക്കാൻ കഴിയത്തില്ല. एक इंसान सोचेगा तो वो तोड़ना असंभव है. മനുഷ്യന്റെ ശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. इंसान का सामर्थ्य का द्वारा कुछ भी कर नहीं सकता था. പക്ഷേ വർഷിപ്പ് ചെയ്തപ്പോൾ लेकिन परमेश्वर को आराधना किया वक्त അതിന്റെ മതിലുകൾ ഇടിഞ്ഞു മാറി. वो दीवार टूट के गिर गया. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ आप लोग परमेश्वर को आराधना करना ഈ समय ദേശത്തുള്ള പിശാചിന്റെ മേഖലകൾ തകരും. ये देश में राज्य करने वाला एक शैतान का काम खत्म हो जाएंगे. ഹല്ലേലൂയ. हालेलुया. വളരെ ശക്തിയുള്ളതാണ് ആരാധന. इसका मतलब परमेश्वर को आराधना करना वो बहुत सामर्थ्य वाला काम है. നിങ്ങൾ ഒരു പാട്ട് പാടി പോകുന്നതല്ല. सिर्फ एक गीत गा के जाने वाला बात नहीं. അതിന്റെ പുറകിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കും. उसका पीछे परमेश्वर का बड़ा काम प्रकट हो जाएंगे. ഹല്ലേലൂയ. हालेलुया. ആരാധിക്കാൻ കഴിയുന്നത് അനുഗ്രഹമാണ്. आराधना करना ये आशीष का बात है. ആരാധിക്കാൻ കഴിയാത്തത് ശാപവുമാണ്. वो आपको आराधना करने को नहीं सकता है, वो एक शाप है. ഹല്ലേലൂയ. हालेलुया. ചിലർക്ക് വാ തുറക്കാൻ പറ്റത്തില്ല, कई लोगों को मुंह बोलने को नहीं सकता, ചിലർക്ക് കൈയടിക്കാൻ പറ്റത്തില്ല, कई लोगों को ताली बजाने को नहीं सकता है, ചിലർക്ക് ഈ കുഞ്ഞുങ്ങൾ ചാടിയതുപോലെ ചാടാൻ പറ്റത്തില്ല. कई लोगों को ये बच्चा ऐसे कूदता था ऐसे कूदने को नहीं सकता है. അതെല്ലാം ബൈബിൾ പറയുന്നത് ശാപത്തിന്റെ പട്ടികയിലാണ്. बाइबल में लिखा है ये सारे शाप है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നാം ദൈവത്തെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിച്ചാൽ हम परमेश्वर को कैसे आराधना करना
ദൈവിക വിടുതലുണ്ടാകും. परमेश्वर का छुटकारा हम प्राप्त करेंगे। സൗഖ്യങ്ങൾ നടക്കും, बहुत बड़ा चमत्कार प्रकट हो जाएंगे, വിടുതലുകൾ ഉണ്ടാകും, बड़ा छुटकारा प्रकट हो जाएंगे। പിശാചിന്റെ ബന്ധനങ്ങൾ പൊട്ടിമാറിപ്പോകും. शैतान का हर एक बंधन तोड़कर निकल जाएंगे। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. हमारे आराधना में प्रसन्न करने वाला परमेश्वर है यीशु मसीह। നമ്മുടെ ദൈവ സ്തുതിയുടെ മധ്യയാണ് വസിക്കുന്നത്. हमारा परमेश्वर यीशु मसीह स्तुति का बीच में रहने वाला परमेश्वर है। ഓ ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുന്നു അത്രത്തോളം വിടുതലുണ്ടാകും. हम कितना परमेश्वर को आराधना करेगा उतना परमेश्वर का छुटकारा प्राप्त करेंगे। ഹല്ലേലൂയ. हालेलुया। പഴയ നിയമത്തിൽ യഹൂദ എന്ന ഒരു ഗോത്രമുണ്ട്. पुराने नियम में यहूदा एक गोत्र है। യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം यहूदा का मतलब യഹോവയെ സ്തുതിക്കുമെന്നാണ്. परमेश्वर को स्तुति करना। ആമേൻ. आमीन। യഹോവയെ സ്തുതിക്കും. वो परमेश्वर को स्तुति करना। എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ एस्तेर का पुस्तक पढ़ने वक्त യഹൂദന്മാരെല്ലാം നശിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ ഹാമാൻ എന്ന ഒരു വ്യക്തി അദ്ദേഹം നിയമമുണ്ടാക്കി. यहूदा लोगों सारे यहूदा लोगों को खत्म करने के लिए हामान एक नामक व्यक्ति ने एक नियम एक कानून बनाया। ഹല്ലേലൂയ. हालेलुया। എല്ലാം റെഡിയാക്കി. सब कुछ तैयार किया। അവനെ തൂക്കിക്കൊല്ലാനുള്ള എല്ലാം റെഡിയാക്കി. वो यहूदा लोगों को ऐसे मानकर ऐसे खत्म करने का हर एक कानून बनाया। ഹാമാന്റെ ഭാര്യയോട് പറയുകയാണ്, हामान अपने बीवी को बोल रहा है ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി എല്ലാം റെഡിയാക്കി. मैं उनको खत्म करने वाला सब कुछ तैयार किया। ഹാമാന്റെ ഭാര്യ ചോദിക്കുകയാണ്, हामान का बीवी ऐसे एक सवाल पूछा, ഈ മോർദെഖായി ഏത് ജാതിയിലുള്ളതാണ്? ये मोर्देखाई कौन सा जाति वाला है? ഹല്ലേലൂയ. हालेलुया। അതിന് ഹാമാൻ പറയുകയാണ്, അവൻ ഒരു യഹൂദനാണ്. वो हामान अपने बीवी को जवाब दिया, वो यहूदा जाति का। ഹാമാന്റെ ഭാര്യ പറയുകയാണ്, हामान की बीवी ने ऐसे बोला, അവനൊരു യഹൂദനെങ്കിൽ यहूदा है तो നിനക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. हामान आप उनसे जीतने को नहीं सकता है। സ്തുതിക്കുന്നവനെ ജയിക്കാൻ പിശാചിന് പറ്റത്തില്ല. स्तुति करने वाले व्यक्तियों को जीतना शैतान को असंभव है। ആരാധിക്കുന്നവനെ ജയിക്കാൻ സാത്താന് കഴിയത്തില്ല. आराधना करने वाले लोगों से जीतना शैतान को नहीं सकता है। വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. अपने मुंह खोलकर प्रभु को आराधना कीजिए। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। നമ്മൾ ഇവിടെ സ്തുതിക്കാൻ പറ്റിയില്ല എങ്കിൽ हम इधर परमेश्वर को स्तुति करना आराधना करने को नहीं सकता है तो സ്വർഗത്തിലും സ്തുതിക്കാൻ പറ്റത്തില്ല. स्वर्ग में जाके भी वो करना नहीं सकता है। സ്വർഗത്തിൽ വേറെ ഒരു പരിപാടിയില്ല. स्वर्ग में हमको और कुछ भी काम नहीं है, ദൈവത്തെ ആരാധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. सिर्फ एक काम प्रभु को आराधना करना। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു നിയന്ത്രണങ്ങളും നിങ്ങൾ വയ്ക്കരുത്. परमेश्वर को आराधना करने में कोई नियंत्रण आप लोग ना रखना। ഹല്ലേലൂയ. हालेलुया। ദൈവത്തെ എത്രത്തോളം സ്തുതിക്കാൻ കഴിയുമോ സ്തുതിക്കണം. परमेश्वर को कितना अधिक स्तुति कर सकता है उतना स्तुति करना। എത്രത്തോളം ആരാധിക്കാൻ കഴിയുമോ ആരാധിക്കണം. कितना परमेश्वर को आराधना कर सकता है उतना आराधना करना। നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. हम कभी भी लज्जित ना होंगे। हालेलुया, ഹല്ലേലൂയ. हालेलुया। ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. मैं बहुत परमेश्वर को स्तुति करता है। ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ടല്ല, मैं पादरी है इसलिए नहीं,
എന്റെ ശരീരത്തിൽ യേശു എനിക്കൊരു രോഗസൗഖ്യം തന്നു. मेरे शारीरिक जिंदगी में परमेश्वर ने मुझे मेरे शरीर से एक बीमारी को निकाल कर चंगाई दिया. അത് ഈ ലോകത്തിന് തരാൻ കഴിയാത്തതാണ്. वो ये दुनिया का डॉक्टरों को देने को नहीं सकता है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെയോ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. हमारे जिंदगी में परमेश्वर कितना बार हमको चंगाई दिया. നാം അവനെ ആരാധിച്ചേ മതിയാകത്തുള്ളൂ. हम परमेश्वर को आराधना जरूर करना. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാശിനെ കർത്താവ് ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. हम हॉस्पिटल में पैसा देना था लेकिन वो पैसा प्रभु ने फ्री करके दिया. ഹല്ലേലൂയ. हालेलुया. ഞാനൊരു ചെറിയൊരു കണക്ക് പറഞ്ഞിട്ട് യൂത്തിനോട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. मैं एक छोटा गिनती के बारे में बोल के यूथ जवान लोगों के साथ मैं थोड़ा बातचीत करूंगा. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇന്നലെ പറഞ്ഞു, मैंने कल बताया നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണ്. हम एक हॉस्पिटल में जाएगा तो ശ്രദ്ധയോടെ കേൾക്കണം. आप लोग थोड़ा ध्यान से बैठिए, ध्यान से. നമുക്ക് ബ്രീത്തിങ് കിട്ടുന്നില്ല. हमको सांस नहीं मिल रहा है. അവർ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് നമ്മുടെ മുഖത്ത് മാസ്ക് വയ്ക്കും. हॉस्पिटल वाला ने सांस का सिलेंडर से क्या रखेंगे? ऑक्सीजन. सांस हमारे मुंह में रखेंगे. രാവിലെ മുതൽ വൈകുന്നേരം വരെ തരുന്നതിനെ सुबह से शाम तक वो देता है. ഏറ്റവും കുറഞ്ഞത് 2800 രൂപ മേടിക്കും. कम से कम 2800 वो लोग लिएंगे. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾക്ക് മനസ്സിലായോ? आप लोगों को समझ गया? ഇല്ല, ഒന്നും പിടികിട്ടില്ല അവർക്ക്. कुछ भी समझ में नहीं आ रहा है. ഇല്ല, മനസ്സിലായില്ല. അതങ്ങനെ ഇരിക്കില്ല. ഒന്നുകൂടെ പറഞ്ഞു. सुनिए आप लोग, हमको सांस का दिक्कत है. हम एक हॉस्पिटल में गया, हमें एडमिट किया. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് അറിയാമോ? ഹോസ്പിറ്റൽ हॉस्पिटल आप लोग जानता है? അറിയത്തില്ല. ആശുപത്രി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഹോസ്പിറ്റൽ हॉस्पिटल നമ്മൾ പോകും. हम गया, ബ്രീത്തിങ് കിട്ടുന്നില്ല. हमको सांस नहीं मिल रहा है. അവർ വലിയ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഓക്സിജൻ നമ്മുടെ മൂക്കിലോട്ട് വെച്ച് വരും. वो लोगों ने सांस का एक बड़ा सिलेंडर से मास्क का द्वारा सांस हमको देने को शुरू किया. ഹല്ലേലൂയ. हालेलुया. ഇത്രയും മനസ്സിലായോ? इतनी तक समझ गया? അതിന് ഒരു ദിവസത്തെ ചാർജ് 2800 രൂപയാണ് ഏറ്റവും ചെറിയ ഹോസ്പിറ്റലിൽ മേടിക്കുന്നത്. वो कम से कम वो लोग एक छोटा हॉस्पिटल है तो 250 रुपया एक दिन के लिए लेता है. कम से कम. ഹല്ലേലൂയ. हालेलुया. വലിയ ഹോസ്പിറ്റലിൽ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. बड़ा हॉस्पिटल है तो और बढ़कर ज्यादा पैसा देना पड़ेगा. Praise the Lord. हालेलुया. 50 വയസ്സായ ഒരു വ്യക്തി 50 साल उम्र का व्यक्ति ജനിച്ച സമയം മുതൽ वो जन्म हुआ समय से ഈ 50 വർഷം വരെ ജീവിച്ചിരുന്നപ്പോൾ ये 50 साल तक जिया. उस समय तक ദൈവം തന്ന ഓക്സിജന് परमेश्वर ने दिया सांस को കണക്ക് നോക്കുകയാണെങ്കിൽ गिनती करेगा तो 13 കോടി രൂപ വരും. 13 करोड़ है. ഹല്ലേലൂയ. हालेलुया. ഹോസ്പിറ്റലിലാണെങ്കിൽ ബില്ലടിച്ചു തരും. हॉस्पिटल में तो बिल देंगे ഇത് ബില്ലൊന്നും ഇല്ല. लेकिन ये फ्री है, बिल नहीं है. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അത് ലഭിക്കുകയാണ്. आप किधर किधर जाता है उधर से मिलता है. സൗജന്യമായി തരികയാണ്. वो फ्री में प्रभु देता है. അവൻ എത്ര വലിയവനായ ദൈവം. हमारा परमेश्वर कितना महान प्रभु है. അതുകൊണ്ടാണ് അവനെ സൃഷ്ടിതാവെന്ന് പറയുന്നത്. इसलिए प्रभु यीशु मसीह को वो हमारा सृष्टि करता है. ഹല്ലേലൂയ. हालेलुया. ആ 13 കോടി രൂപയ്ക്ക് ഒരു ഹല്ലേലൂയെങ്കിലും പറയണ്ടേ? वो 13 करोड़ को कम से कम एक हालेलुया बोलिए. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. എത്ര അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. कितना कितना आशीष प्रभु ने हमको दिया. നമുക്ക് നന്ദി കാണിക്കണ്ടേ?
हमको एक धन्यवाद प्रभु को देना है। ഹല്ലേലൂയ. हालेलुया। ഒരു നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? हम कम से कम परमेश्वर को एक धन्यवाद करना। ഇത്രയും വർഷം നിങ്ങളെ പട്ടിണിക്കില്ലാതെ ദൈവം എന്തൊക്കെ നന്മകൾ തന്നു. इतनी तक हमको खाने का कमी नहीं आया, परमेश्वर कितना हमारे लिए किया। എന്നിട്ട് നമുക്കൊരു ഹല്ലേലൂയ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. फिर भी एक हालेलुया बोलने को हमको मुश्किल है। ഒരു സ്തോത്രം പറയാൻ ബുദ്ധിമുട്ടാണ്. ओ एक परमेश्वर को स्तुति करना बहुत मुश्किल का बात है। വായ തുറക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. वो मुंह खोलने को भी मुश्किल है। ഞാൻ ഹരിയാനയിലുള്ളവരെ കുറിച്ചല്ല പറഞ്ഞത്. मैं हरियाणा वाला लोगों का बारे में नहीं बोला। ഞാൻ ആന്ധ്രാപ്രദേശിലുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്. हाँ, मैंने आंध्रा वाला लोगों का बारे में बोल रहे। നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. मैं आप लोगों के बारे में नहीं बोला। നിങ്ങളെല്ലാം നല്ലവരാ. आप लोग सारे अच्छा लोग हैं। ഹല്ലേലൂയ. हालेलुया। നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. हम हमेशा एक धन्यवाद दिल हमको चाहिए। എത്ര പേർക്ക് വായുണ്ടെങ്കിലും സംസാരിക്കാൻ ശബ്ദമില്ല? कितना लोगों को पता है कि उन लोगों का मुंह है लेकिन बातचीत करने को नहीं सकता है। പക്ഷേ ദൈവം അതെല്ലാം നമുക്ക് അനുഗ്രഹമായി തന്നു. लेकिन हमारा परमेश्वर सब कुछ हमको दिया। ഹല്ലേലൂയ. हालेलुया। പകരം നമ്മൾ എന്ത് കൊടുക്കും? देखो हम बदल हम क्या प्रभु को देंगे? ഹല്ലേലൂയ. हालेलुया। ഞാൻ ഒരു ചെറിയ കണക്ക് കൂടെ പറയാം. मैंने एक और संभव बताऊंगा। 60 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി, और 60 साल उम्र का एक व्यक्ति, ശ്രദ്ധയോടെ കേൾക്കണേ, वो ध्यान से सुनिए, ചെറുപ്പം മുതൽ छोटा उम्र से 60 വയസ്സ് വരെ 60 साल तक കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി, वो खाता है खाने का वो क्वांटिटी, ഏഷ്യയിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ആനയുടെ हमारा देश में हाथी का 9 ആനയുടെ തൂക്കത്തിനനുസരിച്ചുള്ള ആഹാരമാണ് കഴിക്കുന്നത്. 9 हाथी को कितना भार है, वेट है, उतना खाना खाता है 60 साल उम्र वाले के व्यक्ति। ഹല്ലേലൂയ. हालेलुया। ചെറിയ ആൾക്കാരല്ല നമ്മൾ. हम छोटा लोग नहीं। ഇതെല്ലാം തന്ന ദൈവത്തിന് നമ്മളൊരു സ്തുതി കൊടുക്കും. ये सब कुछ दिया परमेश्वर को, हम कितना धन्यवाद कर सकता है। ഒരു ആരാധന കൊടുക്കോ? एक आराधना प्रभु को दीजिए। ഒരു സ്തോത്രം ചെയ്യാൻ വായ തുറക്കോ? एक परमेश्वर को धन्यवाद करने के लिए मुंह खोलिए। നന്ദി യേശുവേ എന്ന് നമ്മൾ പറയുമോ? धन्यवाद प्रभु ऐसे बोल दिए। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഇത്രയും നാട് ദൈവം നമ്മെ നടത്തിയതിനെ ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. अभी तक हमें चलाया परमेश्वर के बारे में याद करके हम प्रभु को धन्यवाद करना चाहिए। ഹല്ലേലൂയ. हालेलुया। പലരുടെ ജീവിതത്തിലും നന്ദിയില്ല. कई लोगों की जिंदगी में हम देखने समय एक धन्यवाद का दिल नहीं है वो लोगों को। അവർ വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. वो बार बार प्रभु से मांग रहे हैं, കർത്താവേ അത് താ, प्रभु जी वो दे दो, കർത്താവേ ഇത് താ. प्रभु जी ये दे दो। പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, लेकिन आज मैं आपके साथ बोल रहा है, ഒരു പുതിയ തലമുറയോട് ദൈവം ഇടപെടുകയാണ്. एक नया पीढ़ी का साथ परमेश्वर काम कर रहा है। ഹല്ലേലൂയ. हालेलुया। എന്തുകൊണ്ടാണ് ഈ യൂത്തിനോട് ദൈവം ഇടപെടുന്നത്? क्यों जवान लोगों का साथ परमेश्वर क्यों बातचीत करने को चाहता है? അവർ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു ഹൃദയമുള്ളത് കൊണ്ട്. क्योंकि वो लोग प्रभु के लिए खड़े होने को एक हृदय वो लोगों का अंदर है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। കൊളംബോ എന്ന ഒരു രാജ്യമുണ്ട്. कोलंबो ऐसे एक देश है। ആ രാജ്യത്ത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. वो देश में स्कूल में पढ़ाई करने वाला एक लड़की है। 2 മണിക്കൂറിൽ കൂടുതൽ അവൾക്ക് സ്കൂളിൽ പോകാനുള്ള ബസ് യാത്രയുടെ ടൈമാണ്. 2 घंटा वो स्कूल में पहुंचने के लिए बस में वो लड़की यात्रा करना। അവൾ ഈ പ്രായത്തിലായിരുന്നപ്പോൾ യേശുവിനെ സ്വീകരിച്ചു.
वो लड़की छोटा उम्र से प्रभु यीशु मसीह का उद्धार प्राप्त किया। അവിടെ ഉള്ളിൽ യേശുവിനെ കുറിച്ചുള്ള ഒരു അഗ്നി കത്തി. वो लड़की का अंदर प्रभु यीशु मसीह का द्वारा एक आग चला। ഹല്ലേലൂയ. हालेलुया। അവൾ ബസ്സിൽ കയറുന്ന സമയത്ത് वो लड़की बस में जाना वक्त സീറ്റ് ഉണ്ടെങ്കിലും ഇരിക്കത്തില്ല. वो सीट मिलेगा तो भी नहीं बैठेगा। അവൾ ബസ്സിന്റെ ഏറ്റവും പിറഭാഗം മുതൽ മുൻഭാഗം വരെ എല്ലാവരോടും യേശുവിനെ പറ്റി പറയും. वो बस का पीछे से आगे तक ऐसे चल के प्रभु यीशु मसीह का बारे में बोलता है वो लड़की। ഹല്ലേലൂയ. हालेलुया। വൈകുന്നേരവും അതേപോലെ യേശുവിനെ പറ്റി സംസാരിക്കും. वो शाम को वो वापस आना वक्त भी ऐसे प्रभु यीशु मसीह के बारे में वो लड़की बोलता है। ഹല്ലേലൂയ. हालेलुया। 2008 2008 അവൾ അവളുടെ ചർച്ചിൽ കൊണ്ടുവന്നത് 376 പേരെയാണ്. वो लड़की उनके कलीसिया में लेके आया लोगों का गिनती बोलेगा तो 370 का ऊपर लोगों को लेके आया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। നമ്മൾ എത്ര പേരെ ദൈവസഭയിലേക്ക് കൊണ്ടുവന്നു? हम कितना लोगों को लेकर कलीसिया में आया। ഹല്ലേലൂയ. हालेलुया। നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം യേശുവിനെ പറ്റി പറയുന്നുണ്ടോ? हम कोई दिन हफ्ता में ये कोई दिन यीशु मसीह के बारे में बोलते हैं क्या? ഹല്ലേലൂയ. हालेलुया। നമ്മൾ ആരോട് യേശുവിനെ പറ്റി പറയാറില്ല. हम किसी का साथ यीशु मसीह के बारे में नहीं बोलता है। നമ്മൾ എപ്പോഴും അതിനെ ഹൈഡ് ചെയ്ത് വെക്കും. हम हमेशा यीशु मसीह के बारे में ये बातों को हम छिपा करके रखता है। നമുക്ക് പലപ്പോഴും ലജ്ജയാണ്. हमको यीशु मसीह के बारे में बोलने को हमको क्या है, लज्जा है। ഞാൻ യേശുവിന്റെ പൈതൽ എന്ന് പറയും ചിലപ്പോൾ ലജ്ജയാണ്. मैं यीशु मसीह का बच्चा हूँ ऐसे बोलने को हम लज्जित है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. आज का ये शाम वक्त में आप लोगों को बोल रहा है प्रभु यीशु मसीह आप लोगों के लिए मर गया। അവൻ ഒരു നാളിൽ നമ്മളോട് ചോദിക്കും, वो एक दिन हमारे पास हमारे साथ पूछेंगे നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? तूने मेरे लिए क्या किया? आमीन। ഹല്ലേലൂയ. हालेलुया। ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. मैंने आपके लिए मेरा जीवन कुर्बान किया, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? तूने मेरे लिए क्या किया? ആ നിമിഷം നമ്മൾ എന്ത് പറയും? उसी वक्त हम क्या जवाब देंगे? എല്ലാവരുടെ ദൈവം ചോദിക്കും. सबका पास आकर प्रभु पूछेंगे। എല്ലാവരോടും ദൈവം നിശ്ചയമായി ചോദിക്കും. सबका साथ पक्का बात है प्रभु पूछेंगे। കാൽവരി മരണമെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. क्योंकि प्रभु यीशु मसीह सूली पर अपना जीवन बलिदान किया, वो एक छोटा बात नहीं। 11 മണിക്കൂറാണ് യേശു നിന്നത്. 11 മണിക്കൂർ. 11 घंटा प्रभु सूली पर था। ഹല്ലേലൂയ. हालेलुया। നമുക്ക് 1 മണിക്കൂർ നിൽക്കുമ്പോൾ കാലിന് വേദന വരും. हमको 1 घंटा ऐसे खड़े होने से में हमारे लात में दर्द आता है। 2 മണിക്കൂർ നിൽക്കുമ്പോൾ മരവിപ്പ് വരും. दो घंटा है तो फिर हमारा पैर ऐसे सुन समान होता है। നമുക്ക് കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറിറ്റേഷൻ വരും. हमको कंफर्टेबल में हमको बैठने को नहीं सकते तो हमको इरिटेट होता है। ഈ 11 മണിക്കൂർ നിന്നത് സുഖത്തിലല്ല. 11 घंटा प्रभु यीशु मसीह सूली पर था, ये सुख का द्वारा नहीं। ഈ തലയിലെ മുൾക്കിരീട ഇരിപ്പുണ്ട്. हमको पता है प्रभु यीशु मसीह का सिर पे 11 घंटा कांडा वाला क्राउन था। ശരീരം മുഴുവൻ അടിച്ചു തകർത്തിട്ടുണ്ട്. वो शरीर पूरा लोगों ने मारा। മുറിവില്ലാത്ത ഒരു ശരീരഭാഗമില്ല. यीशु मसीह का शरीर में बिना चोट लगा ऐसे एक जगह भी नहीं है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ആർക്ക് വേണ്ടി നിന്നെന്നറിയാമോ? परमेश्वर किसके लिए काम किया पता है क्या? നിങ്ങൾ ഓരോ വ്യക്തികൾക്കും വേണ്ടിയാണ് യേശു നിന്നത്. हम सबके लिए प्रभु ने ऐसे काम किया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ക്രൂശിൽ വെച്ച് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. क्रूस में प्रभु ने बताया एक बात है, എന്റെ പിതാവേ എന്നെ കൈവിട്ടത് എന്ത്? मेरा पिता अब मुझे क्यों छोड़ दिया?
ഹല്ലേലൂയ. हालेलुया റിജക്ഷൻ, തള്ളപ്പെടൽ परमेश्वर बहुत अवॉइड अनुभव किया, ഏറ്റവും അനുഭവിച്ച യേശുവാണ്. मतलब बहुत ज्यादा, सबसे ज्यादा अवॉइड अनुभव किया व्यक्ति प्रभु यीशु मसीह है। ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയാ. ये हमारे लिए है, നമ്മൾ എന്ത് തിരിച്ചു കൊടുത്തു? क्योंकि हमने क्या वापस प्रभु को दिया, നമ്മൾ എന്ത് തിരിച്ചു കൊടുത്തു? हमने क्या प्रभु को वापस दिया। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। ഇത് പറയുമ്പോഴും ഇരുന്ന് ഉറങ്ങുന്നവരുണ്ട്. ये बात सुनकर भी नींद में बैठने वाले लोग भी है अभी। നമ്മൾ എന്ത് തിരിച്ചു കൊടുത്തു? हमने प्रभु यीशु मसीह को हमने वापस क्या दिया। ഹല്ലേലൂയ. हालेलुया। അവന്റെ ജീവന ഹൃദയത്തിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ. परमेश्वर का जीवन, यीशु मसीह का जीवन है, उनका हृदय से लेकर आप लोगों को दिया। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। അവന്റെ പ്രാണനാണ് നിങ്ങൾക്ക് എടുത്തു തന്നത്. उनका जीवन है, प्राण प्राण है आपके लिए दिया। നമ്മൾ എന്ത് വില കൊടുത്തു? हमने परमेश्वर को वापस क्या कीमत दिया। യേശു എന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയസ് ആണോ? यीशु मसीह का बारे में हमको कुछ सीरियस है क्या। നമ്മൾ ചില ഷോപ്പിൽ കയറുമ്പോൾ, हम कई शॉप में जाना वक्त, ഈ നോർത്തിലില്ല, നമ്മുടെ സൗത്തിലല്ല, वो इधर का बारे में नहीं बोल रहा है, साउथ का बारे में। കടകളിൽ ഒത്തിരി ഇങ്ങനെ പടങ്ങൾ വച്ചിരിക്കും. वो शॉप में ज्यादा पिक्चर हमको देखने को सकता है। അവിടെ യേശുവിൻ്റെതെന്ന് പറയുന്ന ഒരു ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. प्रभु यीशु मसीह का है, ऐसे भी एक चित्र रखा है। കുറേ ദൈവങ്ങൾ, बहुत परमेश्वर लोग, അതിനകത്ത് യേശുവിൻ്റെ ഒരു ഫോട്ടോ. उसका अंदर यीशु मसीह का भी एक चित्र। എല്ലാ ദൈവത്തെയും പോലെ ആണോ യേശു? सब परमेश्वर का समान है क्या यीशु मसीह। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। യേശു എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ഉണ്ടാവും? यीशु मसीह का नाम सुनना वक्त हमको क्या महसूस होता है। ഞായറാഴ്ച മാത്രം ഓർക്കുന്ന ഒരു വ്യക്തിയാണോ യേശു? सिर्फ इतवार याद करने वाले व्यक्ति है कि यीशु मसीह। ഹല്ലേലൂയ. हालेलुया। ദൈവമക്കളെ, നിങ്ങളോട് നിങ്ങളുടെ ഓരോ മിനിറ്റിലും നിങ്ങളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന പിതാവായ ദൈവമാണ് യേശു. परमेश्वर का प्रिय लोग, हर एक वक्त आपका संग चलने को बहुत हालेलुया मन वाला, हाल इच्छा वाला परमेश्वर है यीशु मसीह। ഹല്ലേലൂയ. हालेलुया। എല്ലാവരും ചിലപ്പോൾ നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോൾ, हाँ, सब लोग आपका नीचापन, मतलब आप लोग आप लोगों का नष्ट का जिंदगी देखने को कोशिश करना समय। നിങ്ങളുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരുവനുണ്ട്, യേശു മാത്രം. आप लोगों का ऊंचापन देखने वाला, ओ कोशिश करने वाला सिर्फ एक व्यक्ति है, उनका नाम यीशु मसीह है। ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया। യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. यिर्मयाह भविष्यद्वक्ता का पुस्तक 29 का 14 वाक्य। 11. यिर्मयाह भविष्यद्वक्ता का पुस्तक 29 का 11 वाक्य। ആ വചനം ഇങ്ങനെ പറയുന്നു. वो वचन में ऐसे लिखा है, यिर्मयाह 29:11। क्योंकि यहोवा की यह वाणी है कि जो कल्पनाएं मैं तुम्हारे विषय में करता हूँ उन्हें मैं जानता हूँ, वह हानि की नहीं वरन कुशल की है, और अंत में तुम्हारी आशा पूरी करूंगा। ओके, यिर्मयाह 29 का 11। അവിടെ പറയുന്നു, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. क्योंकि उधर लिखा है परमेश्वर को हमारे बारे में एक योजना है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ കണ്ട ഒരു വ്യക്തിക്കും നിങ്ങളെ കുറിച്ചൊരു പദ്ധതി കാണത്തില്ല. आप लोगों को देखा किसी को आपका बारे में कोई प्लान नहीं है। ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ തകർച്ചയായിരിക്കും അവർക്ക് കാണാൻ ഇഷ്ടം. आप लोगों का जिंदगी का
का नष्ट वो लोग देखने को चाहता है। നിങ്ങളുടെ ആരോഗ്യം പോയി കാണാനായിരിക്കും ഇഷ്ടം. आपका बल नष्ट होना वो देखने को वो लोग चाहता है। നിങ്ങളുടെ നന്മ നഷ്ടപ്പെട്ടു പോകാൻ കാണാനായിരിക്കും आपका भलाई नष्ट होना वो देखने को दुनिया चाहता है। പക്ഷേ നമ്മുടെ ദൈവം പറയുകയാണ്, लेकिन हमारा परमेश्वर बोल रहा है, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. आपका बारे में परमेश्वर को एक योजना है। ആമേൻ बोलिए. എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. आपका बारे में परमेश्वर को एक प्लान है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാനോട് കൂടെയാണ്. आप लोग ये दुनिया में आया, पृथ्वी में आया, परमेश्वर का बड़ा योजना का द्वारा आया। ആമേൻ പറഞ്ഞാണ്ട് आमीन बोलिए। വാ തുറന്ന് നല്ല ശബ്ദത്തിൽ പറഞ്ഞേ. मुंह खोलकर ऊंची आवाज में बोलिए आमीन। ഹല്ലേലൂയ. हालेलुया। നല്ലൊരു പ്ലാൻ നിങ്ങളെ കുറിച്ചുണ്ട്. परमेश्वर को एक अच्छा योजना है आपका बारे में। വെറുതെ അല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. परमेश्वर वैसे नहीं आपको बुलाया। വ്യക്തമായ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ് വിളിച്ചത്. परमेश्वर को एक क्लियर प्लान है, क्लियर योजना है आपका बारे में। അത് നിങ്ങളുടെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ പ്ലാനാണ്. परमेश्वर आपका बारे में प्रभु का योजना आपका बड़ा आनंद का प्लान है। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। പിശാചിന് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. शैतान को भी आपका बारे में योजना है। നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകണമെന്ന് സാത്താൻ ആഗ്രഹമുണ്ട്. आपका जिंदगी सारे नष्ट होना ये शैतान का योजना। ഈ ലോകത്തിലെ മനുഷ്യർക്ക് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. ये दुनिया का इंसान को भी आपका बारे में योजना है। പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നടക്കത്തുള്ളൂ. लेकिन परमेश्वर का योजना आपका बारे में सफल हो जाएंगे। ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന് നല്ലൊരു പദ്ധതിയാണ് നിങ്ങളെ കുറിച്ചുള്ളത്. परमेश्वर को आपका बारे में एक अच्छा योजना है। അത് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, ഒരു പ്രോസ്പർ ലൈഫ്, ഒരു ഐശ്വര്യമുള്ള ഭാവി നിങ്ങൾക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. वो अंग्रेजी बाइबल में ऐसे लिखा है, एक आशीष वाला जिंदगी आपको आने के लिए, आपको मिलने को प्रभु चाहता है। Praise the Lord. हालेलुया। രോഗിയാക്കുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. वो आप बीमारी होना ये नहीं परमेश्वर का योजना। നിങ്ങളെ ഒരു കടത്തിൽ കൊണ്ടിടുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. पैसा का कर्ज आप उठाना ये नहीं आपका प्रभु का योजना। നിങ്ങളൊരു പ്രധാനപ്പെട്ട വ്യക്തിയായി തീരണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. आप ये दुनिया में एक बड़ा हर मूल्य वाला व्यक्ति बनना ये प्रभु का योजना। हालेलुया। നല്ലൊരു ആമേൻ പറഞ്ഞോട്ടെ. एक अच्छा आमीन बोलिए। ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നാണ്. आमीन का मतलब ऐसे मेरे जिंदगी में होना। Praise the Lord. हालेलुया। നിങ്ങൾ അതിനെ ഏറ്റെടുക്കണം. अपने वो बातों को स्वीकार करना, प्राप्त करना। ദൈവത്തിന്റെ ആലോചന നിങ്ങൾ ഏറ്റെടുത്താൽ परमेश्वर का आज्ञाओं को हम प्राप्त करेगा तो കാട്ടിൽ കിടന്ന ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി മാറിയതുപോലെ നിങ്ങൾ മാറും. जंगल में था दाऊद लेकिन इज़राइल का राजा बनाया, वैसे आप लोगों का जिंदगी में भी प्रभु करे काम करेंगे। ഹല്ലേലൂയ. हालेलुया। ദൈവിക ആലോചന നിങ്ങൾ സ്വീകരിച്ചാൽ परमेश्वर का कल्पनाओं को, परमेश्वर का योजना को आप लोग स्वीकार करेगा तो പൊട്ടക്കിണറ്റിൽ കിടന്ന യോസേഫ് ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് രാജാവായ പോലെ നിങ്ങളും ആയിത്തീരും. सूखा कुआ का अंदर फंस गया यूसुफ, कैसे हालेलुया मिस्रईम राजा का महल में एक राजा समान प्रभु ने बनाया, वैसे आप लोगों का जिंदगी प्रभु बनाएंगे। ഹല്ലേലൂയ. അവർക്കൊരു റോയൽ പ്രൊമോഷൻ കിട്ടി. वो लोगों को राजकीय प्रमोशन प्रभु ने दिया। Praise the Lord. हालेलुया। നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവം അത് നിങ്ങളുടെ മേൽ ചെയ്യും. आप लोगों को विश्वास कर सकते हैं तो जरूर आप लोगों का जिंदगी में भी प्रभु ऐसे एक काम करेंगे। ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതെ ഈ ഭൂമിയിൽ ആരും ജനിക്കുന്നില്ല. परमेश्वर का योजना का बिना कोई ये दुनिया में जन्म नहीं होता है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ ഇതിനകത്തിരിക്കുന്നത് ദൈവത്തിന്റെ പ്ലാനോടുകൂടെയാണ്. आप लोग इधर बैठना मतलब परमेश्वर का योजना में प्लान में बैठ रहा है।
Praise the Lord. हालेलुया Hallelujah. हालेलुया നിങ്ങൾ അത് തിരിച്ചറിഞ്ഞാൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. आप लोग ये पहचानेगा तो बड़ा आशीष प्राप्त करेंगे ദൈവം നിങ്ങളെ വിളിച്ചത് ഒരു വലിയ വിളിയാ. परमेश्वर आपको बुलाया आप पर आया बुलाहट ओ बड़ा बुलाहट है ഒരു സർക്കാർ വിളിച്ചതുപോലെ അല്ല വിളിച്ചത്. ये दुनिया का एक सरकार बुलाया समान नहीं बुलाया आपको ഒരു ഗവൺമെന്റ് സ്ഥാപനം വിളിച്ചതുപോലെ അല്ല നിങ്ങളെ വിളിച്ചത്. एक सरकार का काम के लिए बुलाया वैसे नहीं आप लोगों को बुलाया ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വിളിച്ചതുപോലെ അല്ല നിങ്ങളെ വിളിച്ചത്. एक प्राइवेट वाला जॉबों के लिए आपको बुलाया वैसे नहीं प्रभु यीशु मसीह आप लोगों को बुलाया അവന്റെ സർവശക്തിയുള്ള നാമം പറഞ്ഞാ നിങ്ങൾ വിളിച്ചത്. प्रभु यीशु अपना सर्वशक्ति का नाम लेकर आप लोगों को बुलाया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया ഇന്നല്ല നിങ്ങളെ വിളിച്ചത്. आज नहीं आपको बुलाया നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ദൈവം നിങ്ങളെ കണ്ടതാ. आप जन्म होने का पहले प्रभु यीशु मसीह आपको देखा Praise the Lord. हालेलुया ഹല്ലേലൂയ. हालेलुया യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം यिर्मयाह का पुस्तक पहले अध्याय അതിന്റെ 4-ാം വാക്യം. इसका 4वां वाक्य में लिखा है तब यहोवा का ये वचन मेरे पास पहुंचा, गर्भ में रचने से पहले ही मैंने तुझ पर चित्त लगाया और उत्पन्न होने से पहले ही मैंने तेरा अभिषेक किया. मैंने तुझे കർത്താവ് പറയുകയാണ്, परमेश्वर ऐसे बोल रहा है അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. माँ का गर्भ में रचने हुआ इसका पहले प्रभु आपको देखा ഹലോ. हालेलुया 25-ാമത്തെ വയസ്സിലല്ല കണ്ടത്. आपका उम्र 25 साल हो गया उस समय नहीं प्रभु यीशु मसीह देखा 10-ാമത്തെ വയസ്സിലല്ല കണ്ടത്. आपका उम्र 10 है उस समय नहीं प्रभु देखा ഭയങ്കര കഷ്ടം വന്നപ്പോൾ നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചപ്പോഴല്ല കണ്ടേ. आपका जिंदगी में बहुत कष्ट आया उस समय यीशु मसीह ऐसे आप लोग बुलाया वक्त नहीं प्रभु यीशु मसीह आपको देखा നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ വിവാഹത്തിന് മുൻപേ നിങ്ങളെ കണ്ട കർത്താവാണ്. आपका माता पिता लोगों का शादी का पहले आपको देखा परमेश्वर ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया അബ്രഹാം ജനിച്ച സമയത്ത് अब्राहम जन्म होने वक्त ദൈവത്തിന്റെ വിളി ഉണ്ടായി. परमेश्वर का बुलाहट आया അവനെ 75-ാമത്തെ വയസ്സിൽ ദൈവം അവനെ വിളിച്ചു. उनका 75 उम्र में भी प्रभु परमेश्वर उनको बुलाया ദൈവം അവനടുത്ത് പറഞ്ഞു, നിനക്ക് ഇന്ന് കുഞ്ഞുങ്ങളില്ല, परमेश्वर उनको ऐसे कहा आपको बच्चों नहीं है പക്ഷേ വലിയൊരു ജാതി നിനക്കുണ്ടാകും. लेकिन आपका द्वारा एक बड़ा जाति मिलेंगे ഹല്ലേലൂയ. ആ ജാതിയിൽ നിന്ന് ഒരുവൻ വരും. वो जाति का अंदर से एक व्यक्ति आएंगे ലേവ്യൻ എന്ന് പറഞ്ഞവൻ വരും. लेविया व्यक्ति आएंगे അത് അടുത്ത തലമുറ ജനിക്കപ്പെടാനുള്ളതാണ്. वो आगे का पीढ़ी में जन्म होने वाला है അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, इसलिए हमारे परमेश्वर के बारे में बोलता है തലമുറയായിട്ടുള്ളവനാ നമ്മുടെ ദൈവം. हमारा परमेश्वर पीढ़ी ऐसे परमेश्वर है ഹല്ലേലൂയ. हालेलुया നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നെങ്കിൽ आप लोग प्रभु यीशु मसीह के पास आए तो നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ आपका माँ का गर्भ से बाहर आने का पहले നിന്നെ അവൻ കണ്ടിരിക്കുകയാണ്. प्रभु यीशु आपको देख लिया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया അതുകൊണ്ട് ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. इसलिए कोई शक्तियों को आपको तोड़ना नष्ट करना नहीं सकता है നിന്റെ മിനിസ്ട്രി ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. आपका सेवकाई को किसी को बंद कर नहीं सकता है ആമേൻ आमेन ആമേൻ आमेन ഹല്ലേലൂയ. हालेलुया ദൈവം മുൻപേ നിങ്ങളെ കണ്ടിരിക്കുകയാണ്. हमारे परमेश्वर बहुत समय का पहले आपको देख लिया ഞാൻ ഇവിടെ ഇന്ന് നിന്ന് പ്രസംഗിക്കണമെന്ന് ദൈവം മുൻപേ കണ്ടിരിക്കുകയാണ്. मैं आज इधर खड़े होकर संदेश आप लोगों को देना ये प्रभु बहुत पहले देखा.
നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് മുൻപേ ദൈവം കണ്ടിരിക്കുകയാണ്. आप लोग इधर आकर बैठना बहुत समय का पहले परमेश्वर का कैलकुलेशन है. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ആരും അബദ്ധത്തിൽ ജനിച്ചവരല്ല. आप लोगों ने कोई एक क्या क्या बोलेंगे, कुछ गलती हो गया ऐसे आप लोग जन्म हुआ नहीं. ദൈവത്തിന്റെ അറിവോട് കൂടി ജനിച്ചവരാണ്. परमेश्वर का योजना का द्वारा जन्म हुआ. ആമേൻ बोले. ഹല്ലേലൂയ. हालेलुया. സ്കാനിംഗ് മെഷീനിൽ കാണുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടതാണ്. उस ये दुनिया का हॉस्पिटल का स्कैन वाला मशीन में मशीन से देखने का पहले परमेश्वर आप लोगों को देख लिया. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിന്നെ ഒരു നാളും കളയത്തില്ല. इसलिए परमेश्वर ने बोला मैं तुझे कभी भी नहीं छोड़ूंगा. എന്ത് വിഷയം വന്നാലും നിന്നെ കളയത്തില്ല. कितना बड़ा समस्या आएगा तो ही मैं तुझे नहीं छोड़ूंगा. എല്ലാവരും നിന്നെ കളഞ്ഞാലും ഞാൻ കളയത്തില്ല. ये दुनिया का सारे आपको छोड़ेगा तो भी मैं तुझे नहीं छोड़ूंगा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നമ്മെ നല്ലവണ്ണം അറിഞ്ഞവനാ കർത്താവ്. हमें अच्छी तरह जान लिया परमेश्वर यीशु मसीह. നമ്മെ നല്ലവണ്ണം കണ്ടവനാ കർത്താവ്. हमें अच्छी तरह देख लिया परमेश्वर यीशु मसीह. ഈ ഹരിയാനയിൽ നിങ്ങൾ ജനിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. ये हरियाणा का अंदर आप जन्म होना ये परमेश्वर का इच्छा है. ഇവിടെ യേശുവിന്റെ നാമം പറയണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. एक हरियाणा में प्रभु यीशु मसीह का नाम के बारे में आप लोग बोलना ये प्रभु का इच्छा है. ഹല്ലേലൂയ. हालेलुया. എത്ര പേർക്ക് യേശുവിനെ ലഭിച്ചിട്ടില്ല? कितना लोगों को प्रभु यीशु मसीह के बारे में पता नहीं, वो लोगों को नहीं मिला. പക്ഷേ അത് നിങ്ങളുടെ മേൽ ദൈവം തന്നു. लेकिन आपका जिंदगी में यीशु मसीह दिया. ഹല്ലേലൂയ. हालेलुया. അവൻ എത്ര വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നത്. वो कितना बड़ा किस्मत का बात है प्रभु ने दिया. പ്രൈസ് ദി ലോർഡ്. हालेलुया. ദൈവത്തിന്റെ അറിവാണ് നിങ്ങളുടെ ജനനം. परमेश्वर का ज्ञान है आपका, आप जन्म हुआ. പ്രൈസ് ദി ലോർഡ്. हालेलुया. ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നു, परमेश्वर का वचन में फिर भी लिखा है അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ आप माँ का गर्भ से बाहर आया वक्त ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. मैं तुझे अभिषेक किया. ഒരു വലിയ കാര്യത്തിനായി നിങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്നു. मैं तुझे एक बड़ा काम करने के लिए अभिषेक किया. ഒരു വലിയ കാര്യത്തിനായി ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. एक बड़ा प्लान के लिए परमेश्वर आप लोगों को हालेलुया चुन लिया. നിങ്ങളില്ലാതെ അത് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. आपका बिना परमेश्वर को वो काम करके पूरा करना नहीं सकता है. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി നിങ്ങൾ തന്നെ ചെയ്യണം. आपका ऊपर आया बुलाहट सिर्फ आप लोग करना. നിങ്ങൾ തന്നെ ചെയ്യണം. सिर्फ आप करना. നിങ്ങളുടെ മേൽ ആ വിളി ശക്തമായി കിടപ്പുണ്ട്. आपका ऊपर परमेश्वर का बुलाहट बहुत सामर्थ्य से है. നിങ്ങളുടെ ശബ്ദം അവിടെ ഇറങ്ങി ചെല്ലണം. आप होगा वो स्वप्न में, परमेश्वर का स्वप्न में आप लोग आगे जाना. നിങ്ങളിലൂടെ യേശുവിനെ അവർ കാണണം. वो आपका द्वारा आपका और प्रभु को उधर आ जाना. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. വെറുതെ ഇങ്ങോട്ട് ദൈവം നിങ്ങളെ വിളിച്ചിട്ടേ ഇല്ല. वैसे इधर बैठने को प्रभु आपको नहीं बुलाया. നിങ്ങൾ യേശു എന്ന പേര് തിരിച്ചറിഞ്ഞെങ്കിൽ प्रभु यीशु मसीह का नाम आप पहचान लिए तो അത് നിങ്ങളുടെ മേൽ ശക്തമായി കിടപ്പുണ്ട്. वो आपका अंदर बहुत सामर्थ्य से प्रभु यीशु मसीह का नाम है. ആ വിളി നിങ്ങളുടെ മേൽ ശക്തമായി കിടപ്പുണ്ട്. वो बुलाहट बहुत सामर्थ्य से आपका अंदर है. ആരും നിങ്ങളെ അയച്ചില്ല എങ്കിലും അവൻ നിന്നെ അയച്ചിരിക്കുകയാണ്. कोई आपको नहीं भेजा है तो भी परमेश्वर आपको भेजा. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ പറയും എന്നെ അയക്കാൻ ആരുമില്ല, आप लोग ऐसे बोल रहा है എന്നെ വളർത്താൻ ആരുമില്ല. मुझे भेजने को चलाने को कोई नहीं है. പക്ഷേ ജനിച്ചപ്പോഴേ അവൻ നിങ്ങളെ അയച്ചിരിക്കുകയാണ്. लेकिन आप जन्म हुआ वक्त भी परमेश्वर आपको भेज दिया अपने बारे में बोलने को. ഒരു ശക്തിക്കും തടയാൻ കഴിയാതെ, कोई शक्तियों को आपको रोकने को नहीं सकता है. ഒരു ദ്വാരം നിങ്ങൾ അടയ്ക്കാൻ കഴിയാതെ कोई द्वार को आपको बंद कर नहीं सकता है. അവൻ നിങ്ങളെ അയച്ചിരിക്കുകയാണ്. सर्वशक्तिमान
सर्वशक्तिमान परमेश्वर आपको भेज दिया। അവൻ പോകേണ്ടിടത്താണ് നിങ്ങൾ അയക്കുന്നത്. प्रभु यीशु मसीह किधर जाना उधर प्रभु आपको भेज दिया। അവൻ പ്രസംഗിക്കേണ്ടിടത്താണ് നിങ്ങൾ അയക്കുന്നത്. प्रभु यीशु मसीह प्रचार करने वाला जगहों में आप लोगों को प्रभु भेज दिया। അത്രയും പ്രധാനപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ. इतनी मूल्य वाला लोग हैं आप लोग। ഹല്ലേലൂയ. हालेलुया। ഒരു ഗവൺമെന്റ് അയക്കുന്നത് പോലെ അല്ല. एक सरकार भेजना समान नहीं, ഇത് സർവശക്തൻ അയക്കുന്നത്. ये सर्वशक्तिमान परमेश्वर आप लोगों को भेज रहा है। സർവശക്തിയോട് കൂടെയാണ് वो അയക്കുന്നത്. सर्वशक्ति से भेज रहा है। ഊരി പിടിച്ച് വാളുമായി ദൂതന്മാരാ നിങ്ങളുടെ കൂടെ ഉള്ളത്. तलवार का द्वारा दो लोग आपका संग है। ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല. किसी को आपका विरोध खड़े होकर कुछ भी कर नहीं सकता है। നിങ്ങൾ സത്യം തിരിച്ചറിഞ്ഞാൽ आप सच्चाई को पहचानेगा तो ഈ അമ്പാല ദൈവമഹത്വം വെളിപ്പെടും. ये अंबाला का अंदर परमेश्वर का महिमा प्रकट हो जाएंगे। അത് നിങ്ങൾ ചെറുപ്പമായിരിക്കാം, ये आपको നിങ്ങൾ ചെറുപ്പമായിരിക്കാം, आप सिर्फ आप शायद छोटा है, നിങ്ങൾ വലിയൊരു വ്യക്തിയായിരിക്കാം. आप शायद बड़ा उम्र का है। പ്രായത്തിനകത്തല്ല ദൈവം वो നോക്കുന്നത്. उम्र का बारे में परमेश्वर नहीं देखता है। ആ വിളിയെ നിങ്ങൾ ഏറ്റെടുത്തോ ഇല്ലയോ? वो बुलाहट आप पर आया, बुलाहट आप लिया नहीं लिया। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ആരും കാണത്തില്ല. आपके लिए प्रार्थना करने को शायद कोई नहीं मिलेगा, പക്ഷേ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. लेकिन आपके लिए सर्वशक्तिमान परमेश्वर यीशु मसीह हमेशा प्रार्थना कर रहा है। അവൻ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി वो പ്രാർത്ഥിക്കുന്നുണ്ട്. स्वर्ग में बैठकर आपके लिए प्रार्थना कर रहा है। അതുകൊണ്ടാണ് അവൻ പറഞ്ഞ എഴുന്നേറ്റ് പ്രകാശിക്കാം. इसलिए उन्होंने कहा वो उठकर प्रकाशित हो जा, നിന്റെ മേൽ പ്രകാശം വന്നിരിക്കുന്നു. क्योंकि तुम पर प्रभु परमेश्वर का रोशनी आ गया। ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. परमेश्वर का महिमा आप पर है। ഹല്ലേലൂയ. हालेलुया। സ്വർഗ്ഗത്തിൽ ഒത്തിരി ദൂതന്മാരുണ്ട്. स्वर्ग में बहुत दूधो लोग हैं। അവരോട് സുവിശേഷം പറയാൻ ദൈവം അവരെ വിളിച്ചിട്ടില്ല. वो लोगों को ऐसे सुसमाचार बताने के लिए वो लोगों को नहीं बुलाया, പക്ഷേ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. लेकिन आप लोगों को प्रभु ने बुलाया। എന്തുകൊണ്ടെന്നാൽ क्यों? നിങ്ങളുടെ മേല് ദൈവത്തിന്റെ സ്വരൂപം കിടക്കുകയാണ്. क्योंकि आप पर परमेश्वर का स्वरूप है, ദൈവത്തിന്റെ സാദൃശ്യം നിങ്ങളുടെ മേൽ കിടക്കുകയാണ്. क्योंकि आप परमेश्वर का सदृश वाला लोग हैं। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ പല കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം, आप लोग कई परिवारों का अंदर जन्म हुआ लोग हैं, പക്ഷേ നിങ്ങളുടെ മേൽ കിടക്കുന്ന സ്വരൂപവും സാദൃശ്യവും लेकिन आप पर क्या स्वरूप है, आप कौन सा सदृश है? അത് സർവശക്തനായ ദൈവത്തിൻ്റെതാണ്. वो सर्वशक्तिमान परमेश्वर का है। നിങ്ങൾ ആ വിളിയെ നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ वो बुलाहट आपको समझ में नहीं आएगा तो നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. आपका जिंदगी का सबसे बड़ा नष्ट है। ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. आपका जिंदगी का सबसे बड़ा नष्ट है। നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയെ തിരിച്ചറിയാതെ പോയാൽ आपका द्वारा परमेश्वर का बुलाहट क्या है वो आपको समझ में नहीं आएगा तो ഹല്ലേലൂയ. हालेलुया। ആ മരക്കുരിശിൽ തൂങ്ങി നിന്നപ്പോഴും वो सूली पर अपना जिंदगी ऐसे आप कुर्बान किया वक्त भी അത് വേണ്ടെന്ന് അവൻ പറഞ്ഞില്ല. यीशु मसीह ने ऐसे नहीं कहा मुझे ये नहीं चाहिए। നിങ്ങൾക്ക് വേണ്ടി അവൻ അത് സ്വീകരിച്ചു. आपके लिए प्रभु यीशु मसीह वो कष्ट स्वीकार किया। ആ വേദനകൾ മുഴുവൻ അനുഭവിച്ചപ്പോൾ वो दर्द पूरा यीशु मसीह अनुभव किया वक्त भी അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. उन्होंने बहुत आनंद का द्वारा वो कष्ट को स्वीकार किया। നിങ്ങൾ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി അവന് വേല ചെയ്യാൻ വേണ്ടി आप लोग हालेलुया कैसे भी परमेश्वर का सेवकाई करने को അവന് വേണമെങ്കിൽ എല്ലാം പൂർത്തീകരിച്ചിട്ട് പോകാമായിരുന്നു. प्रभु यीशु मसीह को सब कुछ पूरा करके जा सकता था, പക്ഷേ യേശു പറഞ്ഞു लेकिन यीशु मसीह ने ऐसे कहा എന്റെ പിന്നാലെ ഒരു കൂട്ടം ജനം വരും, मेरा पीछे बहुत लोग आएंगे, ഞാൻ ചെയ്തതിൽ അധികമായി അവർ ചെയ്യും, मैंने किया उससे बढ़कर करेंगे, ഞാൻ മരിച്ചവരെ ഉയർത്തെഴുപ്പിച്ചെങ്കിൽ അവരും അത് ചെയ്യും. मैं मर गया जी उड़ाया, लेकिन मेरा पीछे आने वाले लोग आकर और करेंगे। ഞാൻ രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ मैं बीमारी वाला को चंगाई दिया, അവർ അതിനധികം ആ രോഗികളെ സൗഖ്യമാക്കും. पीछे आने वाला लोग और बढ़कर लोगों को चंगाई देंगे। ദൈവത്തിന്റെ വിളി സീരിയസ് ആണ്.
परमेश्वर का बुलाहट बहुत सीरियस है। ഇത് ചിരിച്ചു കളിച്ചിട്ട് പോകാനുള്ളതല്ല. ये ऐसे हंस के चलने को नहीं सकता है। വലിയ ധനവാന്മാരുടെ മേൽ ഇറങ്ങി വരാത്ത നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുന്നേ. बेटा अमीर वाला लोगों का वो अंदर नहीं आया, इससे वो बढ़िया चीज से आप पर प्रभु ने दिया। ദൈവത്തിന് അധികമായി നിങ്ങളുടെ ആവശ്യമുണ്ട്. परमेश्वर को बहुत अधिक आपका द्वारा ജീവൻ തന്നാണ് അവൻ നിങ്ങളെ വിളിച്ചത്. परमेश्वर जीवन देकर आपको बुलाया। നിങ്ങൾ ജീവന്റെ വിലകളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. प्रभु यीशु मसीह का जीवन का हालेलुया कीमत है आप लोग। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ ഒരു ദൈവ വൈതലായിരിക്കുന്നത് ഏറ്റവും വിലയുള്ളതാണ്. आप लोग परमेश्वर का बच्चा है तो वो बहुत मूल्य वाला बात है। നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് ഏറ്റവും വിലയുള്ളതാണ്. आप प्रभु यीशु मसीह के लिए खड़े हो जाएगा तो वो बहुत कीमत का बात है। ഈ ലോകത്തിന്റെ ഒരു കമ്പനിക്ക് തരാൻ കഴിയാത്തത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ये दुनिया का कोई कंपनी को देने को नहीं सकता है, ऐसे एक बड़ा हाल सामर्थ्य है प्रभु आपके लिए दिया। നിങ്ങളെ കൊണ്ട് വലിയ പദ്ധതികൾ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. आपका द्वारा बड़ा काम बड़ा प्लान प्रभु को है। ആ സഭ ദൈവം നിങ്ങളുടെ മേലെ അയച്ചിരിക്കുകയാണ്. उसी हालेलुया हाल इच्छा परमेश्वर आप पर भेज दिया। അവന്റെ മഹത്വം നിങ്ങളുടെ മേൽ അയച്ചിരിക്കുകയാണ്. परमेश्वर का महिमा प्रभु आपके लिए भेजा। അവൻ നമ്മുടെ മേൽ തരാത്ത ഒരു കാര്യവുമില്ല. प्रभु हम पर नहीं दिया ऐसे कुछ भी नहीं है। അവന്റെ സമാധാനം നിങ്ങളുടെ മേൽ തന്നു. परमेश्वर का शांति प्रभु ने दिया। അവന്റെ സന്തോഷം നിങ്ങളുടെ മേൽ തന്നു. प्रभु अपने आनंद आपके लिए दिया। അവന്റെ പ്രാണനെ നിങ്ങളുടെ മേൽ തന്നു. अपने जीवन प्रभु आपके लिए दिया। അവന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ തന്നു. प्रभु अपने आत्मा को आपके लिए दिया। അവനായിരിക്കുന്ന സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തന്നു. वो रहेगा स्वर्ग को ही स्वर्ग को भी आपके लिए दिया। ഒരു മനുഷ്യനും അത് തരാൻ കഴിയാത്തതാണ്. एक कोई इंसान को ऐसे काम कर नहीं सकता है। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। ഇതൊരു തമാശ വിഷയമല്ല. ये एक तमाशा नहीं, ഇത് രക്തം കൊണ്ടുള്ള ഒരു വിഷയമാണ്. ये यीशु मसीह का खून का बात है। അവന്റെ രക്തമാണ് നിങ്ങളുടെ വില. यीशु मसीह का खून है आपका कीमत। അതുകൊണ്ട് ബൈബിൾ പറയുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. इसलिए बाइबल में लिखा है हाबेल का खून से आपके लिए बातचीत करने वाला प्रभु यीशु मसीह का खून। എല്ലാ രക്തങ്ങളും നിങ്ങൾക്കെതിരായിരിക്കാം. ये सब कुछ आपके लिए आपका विरोध है तो भी നിങ്ങളെ കുറിച്ച് നുണ പറയുന്നവരുണ്ടായിരിക്കാം. आपका विरोध चुगली करने वाले लोग है तो भी നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നവരുണ്ടായിരിക്കാം. आपका विरोध दोष बोलने वाले लोग है तो भी പക്ഷേ യേശു നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. लेकिन प्रभु यीशु मसीह आपका अनुकूल है। അവന്റെ വിളി നമ്മൾ കണ്ടില്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. वो प्रभु यीशु मसीह का बुलाहट आप नहीं देखा, वो बड़ा गलती है। അവന് വേണ്ടി നിൽക്കത്തില്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. प्रभु यीशु मसीह के लिए नहीं खड़े हो जाएगा, वो बड़ा गलती है। നിങ്ങളൊരു പാസ്റ്റർ ആകണമെന്നല്ല ഞാൻ പറയുന്നത്. आप एक पादरी बनना में ऐसे नहीं बोल रहा है। ജീവൻ തന്നവന് വേണ്ടി നിൽക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. आपके लिए जीवन दिया परमेश्वर के लिए आप खड़े होना ये प्रभु का योजना है। ഹല്ലേലൂയ. हालेलुया। അവന്റെ ജീവൻ തന്നാ സ്നേഹിച്ചത്. क्योंकि परमेश्वर का जीवन देखकर प्रभु ने प्यार किया। ആരെങ്കിലും നിങ്ങളോടുള്ള സ്നേഹത്തിന് വേണ്ടി മരിക്കുമോ? आपका प्यार के लिए कोई अपना जीवन कुर्बान करेगा? ആരും മരിക്കത്തില്ല. ऐसे कोई नहीं करता है। നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ആരും മരിക്കത്തില്ല. आपका प्यार के लिए कोई अपना जीवन कुर्बान नहीं करता है। പക്ഷേ യേശു തന്റെ ജീവനെ എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നു. लेकिन प्रभु यीशु मसीह अपना जीवन लेकर आपके लिए दिया। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। നല്ല രസമുള്ള ഒരു മരണമായിരുന്നില്ല. लेकिन हालेलुया अच्छा एक हालेलुया सुख का द्वारा नहीं प्रभु यीशु मसीह मर गया। പെയിൻഫുൾ ആയിരിക്കുന്ന ഒരു മരണമായിരുന്നു യേശുവിൻ്റെത്. ज्यादा दर्द का द्वारा प्रभु यीशु मसीह अपना जीवन कुर्बान किया। അതിനകത്ത് നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിയത്. वो दर्द का अंदर से आप लोगों को छुटकारा मिला। നമ്മുടെ പാപത്തിന് പരിഹാരം അവന്റെ രക്തം. हमारा पाप का मुक्ति है प्रभु यीशु मसीह का खून।
ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് നമ്മളെ വെറുതെ വിട്ട് കളഞ്ഞിരിക്കുകയാണ്. परमेश्वर का हालेलुया ओ कचहरी का कोर्ट का अंदर से परमेश्वर हमको छुटकारा दिया. അത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. यीशु मसीह का खून का ताकत है. നമ്മൾ എന്ത് പകരം കൊടുക്കും? हम क्या वापस देंगे? നമ്മൾ എന്ത് പകരം കൊടുക്കും? हम क्या वापस देंगे? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? हमको क्या कर सकता है? അവൻ നമ്മെ ജനനത്തിനു മുമ്പേ കണ്ടു. हमारा जन्म होने का पहले उन्होंने हमें देख ഈ लिया. ഭൂമിയിലേക്ക് വന്നപ്പോഴേ വേർതിരിച്ചു. वो ये दुनिया में आया वक्त प्रभु हमें सेपरेट किया. നമുക്ക് തരേണ്ടതെല്ലാം അവൻ തന്നു. हमको क्या क्या देना सब कुछ उन्होंने दिया. നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കും? हम क्या वापस देंगे? ഇന്ന് രാത്രിയിൽ എന്ത് കർത്താവ് അതാ നമ്മോട് ചോദിക്കുന്നേ. आज रात ये सवाल है प्रभु पूछ रहा है. ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया. ഞാൻ കഴിഞ്ഞ പകലിൽ എന്റെ സാക്ഷ്യം പറഞ്ഞതാ. कल का दिन मेरे गवाही मैंने बोला था. ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മകനായി ജനിച്ചവനാണ്. एक सरकार हालेलुया जॉब वाला व्यक्ति का बेटा समान में जन्म हुआ. എന്റെ അമ്മ വന്നിട്ട് സ്കൂളിലെ ടീച്ചറായിരുന്നു. मेरा माँ स्कूल का टीचर था. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. मेरे एक बड़ा इच्छा था പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാകണം. पुलिस का सबसे बड़ा अधिकारी बनना. പക്ഷേ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ लेकिन मेरे 8 क्लास में मैं पढ़ना वक्त എന്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു, मेरा दादा मेरे साथ बोला, നിനക്ക് ദൈവവിളിയാ ഉള്ളത്. परमेश्वर का बुलाहट आप पर है. എനിക്ക് ലജ്ജയാ യേശുവിനെ പറ്റി പറയാൻ. मैं बहुत लज्जित हूँ प्रभु यीशु मसीह का बारे में ഈ बोलने के ബൈബിൾ കൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. लिए. ये ऐसे बाइबल ऐसे लेके चलने को मुझको बहुत मुश्किल था. ഞാൻ ദൈവത്തോട് പറഞ്ഞു, मैं परमेश्वर को बोला, ഞാൻ എനിക്കൊരു ജോലി വേണം. मुझे एक काम चाहिए. ഞാനൊരു പോലീസ് ഓഫീസറാക്കണം എന്നെ. मुझको एक पुलिस का अधिकारी बनना. എന്റെ സാലറി മുഴുവനും നിനക്ക് തരാം. मेरा तन का पूरा आपका नाम के लिए मैं അത് दूंगा. നോർത്ത് ഇന്ത്യ മിനിസ്ട്രിക്ക് ഞാൻ കൊടുക്കാം. वो नॉर्थ का सेवकाई उत्तर इंडिया का सेवकाई के लिए मैं दूंगा. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇത് പിടിച്ച് ഞാൻ പ്രസംഗിക്കത്തില്ല. लेकिन ये पकड़कर मैं हाल संदेश नहीं दूंगा. എന്റെ മേൽ നിന്ന് അത് ഒഴിവാക്കി തരണം. मुझे हालेलुया ये प्रचारक हाल जॉब से मुझे आपने क्या करना हालेलुया थोड़ा हटाना. ഹല്ലേലൂയ. हालेलुया. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്. मैं एक मसीह परिवार का अंदर जब जन्म हुआ. ഞങ്ങളെല്ലാം പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. हम परंपरा से मसीह परिवार है. എല്ലാവരും കർത്താവിന്റെ വേലയും ചെയ്യുന്നവരാണ്. वो सब लोग प्रभु का सेवकाई भी करने वाले लोग हैं. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. लेकिन मुझे पसंद नहीं. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇത്. मुझे कुछ भी हालेलुया पसंद नहीं. ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി. मैं बहुत कुछ किया, എല്ലാം പരാജയമായി പോയി. सब कुछ पराजित हो गया. എല്ലാം കടം കൊണ്ട് ഭയങ്കരമായ പ്രശ്നമായി. वो बहुत पैसा का उधार लेकर मैं कष्ट अनुभव किया. ഒത്തിരി പേര് എന്നോട് അപ്പോഴും പറഞ്ഞു, वो बहुत लोग उस समय भी मेरे साथ बोला, നീ ദൈവത്തിന്റെ വിളിയുള്ളവനാ. आप परमेश्वर का बुलाहट वाला व्यक्ति है. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല, मैंने नहीं करूंगा. എനിക്കിഷ്ടമില്ല. मैंने बोला मुझे पसंद नहीं. എനിക്ക് കാശ് മതി, मुझे पैसा चाहिए, എനിക്ക് ഉയർച്ച മതി. मुझे ऊंचापन चाहिए. ആ കാശ് മുഴുവനും കൊടുക്കാം. वो पैसा मैं पूरा दूंगा. പക്ഷെ ഇന്ന് എനിക്കറിയാം, लेकिन मुझे आज पता है എന്റെ കാശല്ല കർത്താവിന് ആവശ്യം. मेरा पैसा परमेश्वर को नहीं चाहिए. എന്റെ ശബ്ദഭാവന ആവശ്യം. मेरा आवाज प्रभु को चाहिए. എന്റെ ശബ്ദഭാവന ആവശ്യം. मेरा आवाज चाहिए परमेश्वर को. ഹല്ലേലൂയ. हालेलुया. 16 വർഷം എന്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 16 साल तक मेरा पिताजी मेरे लिए प्रार्थना किया. ഒറ്റ പ്രാർത്ഥനയായിരുന്നു. सिर्फ एक प्रार्थना था. മരിക്കുന്നതിന് മുൻപ് मैं मरने का पहले അവൻ പ്രസംഗിക്കുന്ന എനിക്ക് കേൾക്കണം. वो प्रचार करना मुझे सुनना. ഹല്ലേലൂയ. हालेलुया. ഞാൻ അപ്പോഴും പറയും, मैं उस समय भी बोलता था, കർത്താവേ കാശ് താ, प्रभु जी पैसा दूंगा. ഞാൻ നോർത്ത് ഇന്ത്യക്ക് കൊടുക്കാം. मैं नॉर्थ इंडिया में मैं सेवकाई के लिए दूंगा. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് നോർത്ത് ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ്. मेरा बचपन समय से नॉर्थ इंडिया मुझे पसंद है. യുപി എനിക്ക് ഇഷ്ടമാണ്. यूपी मुझे पसंद है. പഞ്ചാബ് എനിക്ക് ഇഷ്ടമാണ്. पंजाब मुझे पसंद है. പോകാനല്ല,
जाने को नहीं, കാശ് കൊടുക്കാം. पैसा दूंगा. അവിടെ വേല ചെയ്യുന്നവർ ഇഷ്ടം പോലെ वो ഉണ്ടല്ലോ. सेवकाई करने वाले बहुत लोग हैं उधर. ഹിന്ദി അറിയാത്ത ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാ? मुझे भाषा पता नहीं, मैं उधर जाके मैं क्या करूं? എന്നെ കൊണ്ടൊന്നും ചെയ്യാനില്ല. मुझे कुछ भी कर नहीं सकता है. ചെയ്യേണ്ടവർ ചെയ്യട്ടെ. वो करने वाला लोग करने दो. പക്ഷെ ഇതൊന്നും ദൈവത്തിന്റെ ചെവിക്കകത്ത് കയറിയില്ല. लेकिन ये कुछ भी बात परमेश्वर के कान में नहीं पहुंचा. ഹല്ലേലൂയ. हालेलुया. ഞാൻ പല ബിസിനസ്സും ചെയ്തു നോക്കി. मैं कई बिजनेस करके कोशिश किया, എല്ലാ ബിസിനസ്സും തകർന്നു. सारे बिजनेस नष्ट हो गया. എല്ലാം സാമ്പത്തിക ബാധ്യതകളായി. सारे बिजनेस करके करके पैसा का बड़ा बोझ उठाया. അവസാനം നട്ടെല്ലും പോയി. आखिरी मेरा कमर भी नष्ट हो गया. ഹല്ലേലൂയ. हालेलुया. അങ്ങനെ ബെഡിൽ കിടന്നുപോയി. ऐसे बेड में लेट गया. ആ കിടന്ന സമയത്ത് ആ ബോധം വന്നത്. वो बेड में लेट गया वक्त मेरा अंदर मुझे मैं पहचाना. ഹല്ലേലൂയ. നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല നട്ടെല്ല് പ്രശ്നം വന്നാൽ. आप लोगों को पता नहीं कमर में दिक्कत आएगा तो. നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. चलने को मन है, കാല് അനങ്ങത്തില്ല. लेकिन पैर लात नहीं चलेगा. ഹല്ലേലൂയ. हालेलुया. എന്റെ വലത്തെ കാലിന് നീളം കൂടി. मेरा राइट साइड का पैर लात और लंबा हो गया, ഇടത്തെ കാലിന് നീളം കുറഞ്ഞു. लेकिन लेफ्ट साइड का लात का लंबा कम हो गया. എന്റെ വയർ ഉന്തി വന്നു. मेरा पेड़ ऐसे बड़ा हो गया. ഡോക്ടർമാർ പറഞ്ഞു 2 വർഷം മാത്രം കിടക്കും. ओ डॉक्टर लोगों ने ऐसे कहा 2 साल ऐसे लेटेंगे, പിന്നെ മരിച്ചു പോകും. बाद में मर जाएगा. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. कुछ भी कर नहीं सकता है. 36 ആശുപത്രി പോയി. 36 हॉस्पिटल में चल गया. 36 പേരും പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. 36 हॉस्पिटल वाला ने बोला घर पे लेके जाओ. ഹല്ലേലൂയ. हालेलुया. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നപ്പോൾ കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. मेरे हाथ में पैसा था उस समय, मुझे बहुत दोस्त लोग मेरे पास आता था. ഫുഡ് കഴിക്കാൻ അവർ ഇഷ്ടം പോലെ വരുമായിരുന്നു. वो खाने के लिए वो बहुत लोग आता था. ഞാൻ കിടന്നതിന് ശേഷം ആരെയും കണ്ടിട്ടില്ല. मैं लेटने के बाद में मैं किसी को नहीं देखा. ഹല്ലേലൂയ. हालेलुया. എല്ലാ ദിവസവും ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. रोज एक पादरी आकर प्रार्थना करके जाता था. ഒരു പാസ്റ്റർ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. एक पादरी रोज आकर प्रार्थना करके जाता था. എല്ലാവരും കളഞ്ഞു. सब लोग मुझे छोड़ दिया. ഹല്ലേലൂയ. हालेलुया. ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കാൻ പറ്റത്തില്ല. एक साइड से दूसरे साइड में ऐसे लेटने भी नहीं सकता था. 6 പില്ലോ വച്ചിട്ടാ ഞാൻ ഉറങ്ങുന്നത്. 6 पिल्लो रख कर मैं लेटता था. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഒരു ദിവസം കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, मैंने एक दिन परमेश्वर को कहा, എനിക്ക് നിന്നെ ഇഷ്ടമുണ്ട്. प्रभु जी मुझे आपका साथ प्यार है. എനിക്ക് നിന്നെ ഇഷ്ടമുണ്ട്. मुझे आपका साथ प्यार है. എനിക്ക് ഇനി ഒരു ആയുസ് തരുമെങ്കിൽ मुझे एक और हालेलुया उम्र आप देगा तो മരിക്കുന്നതുവരെ ഞാൻ നിനക്ക് വേണ്ടി ഇരിക്കും. मैं मेरा मृत्यु तक आपके लिए मैं खड़े हो जाएगा. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു കർത്താവ് എന്നോട് ക്ഷമിക്കണം. प्रभु जी मैंने ऐसे बोला, आप प्रभु मेरे साथ क्षमा करना. എന്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ കത്തിച്ചു കളഞ്ഞു. मेरे सारे सर्टिफिकेट लेकर मैंने आग में जलाया. എല്ലാം കത്തിച്ചു കളഞ്ഞു. सारे जलाया. അന്ന് ഒരാളെന്നെ വന്ന് വിളിച്ചു. उस समय एक व्यक्ति ने आकर मुझे बुलाया. വെറുതെ സുഖമില്ലാതെ കിടക്കുകയല്ലേ, वो वैसे में बीमारी में लेट रहा है. ഒരു പ്രാർത്ഥനയുണ്ട്, പോകാം. एक पादरी है, एक प्रेयर है, हमको चले. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ നടക്കാൻ പറ്റത്തില്ല. मैंने ऐसे कहा मुझे चलने को नहीं सकता है. അദ്ദേഹം എന്നെ കുഴപ്പമില്ലാതെ ആ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. वो व्यक्ति ने मुझे लेके वो प्रार्थना में लेके गया. 3 ദിവസത്തെ പ്രാർത്ഥന. 3 दिन का बंदगी. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇരുന്നില്ല. वो प्रार्थना में मैंने नहीं बैठा. ആ വീട്ടിനകത്തൊരു ബെഡിൽ എന്നെ കിടത്തിയിരുന്നു. वो घर का अंदर का बेड में मैं लेट रहा था. ഹല്ലേലൂയ. हालेलुया. ദൈവം എന്നോട് ഇടപെട്ടു. परमेश्वर मेरे साथ बातचीत की. കർത്താവ് പറഞ്ഞു എനിക്ക് നിന്നെ ആവശ്യമാണ്. प्रभु ने कहा मुझे आपको चाहिए. ഹല്ലേലൂയ. हालेलुया. നിന്റെ കാശല്ല എനിക്ക് ആവശ്യം. मुझे आपका पैसा नहीं चाहिए, നിന്നെ എനിക്ക് വേണം. मुझे आप चाहिए. നിന്നെ എനിക്ക് വേണം. मुझे आप चाहिए. നിന്റെ തന്ത്രങ്ങളൊന്നും എനിക്ക് വേണ്ട. आपका कोई हालेलुया टेक्निक तंत्र मुझे नहीं चाहिए, എനിക്ക് നിന്നെ മതി. मुझे आप चाहिए. ഹല്ലേലൂയ. हालेलुया. ഞാൻ പറഞ്ഞു മരിക്കാൻ റെഡിയാ, വേറെ ഒന്നും പറഞ്ഞില്ല. मैंने ऐसे बोला मैं मरने को मैं तैयार हूँ.
ഹല്ലേലൂയ. हालेलुया। ആർക്ക് വേണ്ടി? लेकिन किसके लिए? യേശുവിന് വേണ്ടി ഞാൻ പറഞ്ഞു മരിക്കാൻ റെഡിയാണ്. यीशु मसीह आपके लिए मरना मैं तैयार हूँ। ഹല്ലേലൂയ. हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया। ഞാൻ പറഞ്ഞു നീ എനിക്ക് വേണ്ടി മരിച്ചതാ. यीशु मसीह आप मेरे लिए मर गया। എനിക്ക് തിരിച്ചു തരാൻ ഇനി അത് മാത്രമേ ഉള്ളൂ. प्रभु वापस देने को सिर्फ मेरा जीवन है। ഹല്ലേലൂയ. हालेलुया। ഞാൻ തിരികെ വന്നത്, ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ വന്നത്, मैं वो बंदगी करके वापस आया। ആ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നത് मैं वो बंदगी में जा करके बंदगी करने के बाद मैं वापस आया। ബൈക്കിൽ ഇരുന്നാ വന്നേ. मोटरसाइकिल में बाइक कर आया। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ആ വേദന എങ്ങോട്ടോ പോയി. वो दर्द गया, कमर का दर्द, പ്രൈസ് ദി ലോർഡ്. ആ വേദന എങ്ങനെയോ പോയി. वो कमर का दर्द चल गया। ആരും എന്റെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ല. कोई मेरे शरीर में नहीं छूला, ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. कोई मेरे लिए प्रार्थना नहीं किया। പക്ഷെ എന്റെ ശരീരത്തിൽ ആ വേദന പഴയതുപോലെ ഇല്ല. लेकिन मेरे शरीर में पहले समान वो दर्द नहीं है। എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പറ്റും. मुझे अकेला खड़े होने को सकता है, ആരും പിടിക്കാതെ നടക്കാൻ പറ്റും. कोई पकड़ने का जरूरी नहीं है, मैं चल सकता है। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। അന്ന് ഡോക്ടർ പറഞ്ഞതാണ് 20 കിലോയിൽ കൂടുതൽ കൈകൊണ്ട് എടുക്കരുത്. उस दिन डॉक्टर ने ऐसे बोला 20 किलो का ऊपर हाथ से ना लेना, उठाना। ഞാൻ ഇന്ന് 60 കിലോ വരെ എടുക്കുന്നുണ്ട്. मैं आज 60 किलो तक लेता है, उठाता है। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. हालेलुया। ഈ നമ്മുടെ സ്പൈനൽ കോഡിൽ ഡിസ്ക് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ഡിസ്ക്. हमारे कमर में ऐसे डिस्क समान एक चीज है, അതിൽ എനിക്ക് 5 എണ്ണമാ പോയത്. उसमें 5 नष्ट हो गया था। എന്റെ വീട്ടിനടുക്കൽ ഒരു ഡിസ്ക് കംപ്ലൈന്റ് ആയ ഉണ്ട്. मेरे घर का सामने एक डिस्क कंप्लेंट वाला व्यक्ति है। 21 വർഷം കൊണ്ട് അവൻ വീട്ടിൽ കിടക്കുകയാണ്. 21 साल से वो घर पे लेट रहा है। 5 എണ്ണം പോയ ഞാൻ പല രാജ്യങ്ങൾ ഓടിച്ചാടി നടക്കുകയാണ്. 5 गया, नष्ट हो गया। मैं कई देश में अभी चल के परमेश्वर का सेवकाई कर रहा है। ഹല്ലേലൂയ. हालेलुया। ഇതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ. ये परमेश्वर का सामर्थ्य। പ്രൈസ് ദി ലോർഡ്. हालेलुया, ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ജീവിതം കർത്താവിന്റെ മുമ്പിൽ വിലയുള്ളതാണ്. हमारे जिंदगी प्रभु का सामने मूल्य वाला जिंदगी है। പ്രൈസ് ദി ലോർഡ്. हालेलुया। നമ്മുടെ ശബ്ദം അവന്റെ മുന്നിൽ വിലയുള്ളതാണ്. हमारा प्रभु का सामने मूल्य वाला जिंदगी है। നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വെറുതായിട്ട് കാണരുത്. आप लोग अपना जिंदगी को एक हालेलुया वैसे ना देखना। ഹല്ലേലൂയ. हालेलुया। അതിനുശേഷം इसके बाद में സ്പൈനൽ കോഡ് കംപ്ലൈന്റ് ആയ ആയിരങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. वो कमर का दिक्कत वाला 1000 लोगों के लिए मैंने प्रार्थना किया। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ഞാൻ ഒരു മീറ്റിംഗിന് പോയ സമയത്ത് मैंने एक बंदगी में गया वक्त, ആ മീറ്റിംഗിനകത്ത് ഒരു പ്രവാചകി ഉണ്ടായിരുന്നു. वो बंदगी का अंदर एक भविष्य देखता था। ആ പ്രവാചകി എഴുന്നേറ്റിട്ട് പറഞ്ഞു, वो भविष्य देखता ने खड़े होकर ऐसे बोला, നിനക്ക് 5 സ്വർണത്തിലുള്ള ഡിസ്കാ ദൈവം തന്നിരിക്കുന്നേ. परमेश्वर आपको 5 सोने वाला डिस्क दिया है। ഹല്ലേലൂയ. हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया। ഹല്ലേലൂയ. आमेन। എനിക്ക് സ്പൈനൽ കോഡ് കംപ്ലൈന്റ് ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. मेरे कमर पहले दिक्कत था, मुझे वो बात तो उनको पता नहीं है। എത്ര മണിക്കൂറൊക്കെയാണ് എനിക്ക് പ്രശ്നമില്ല. कितना घंटा है तो भी मुझे कोई प्रॉब्लम नहीं है। ഹല്ലേലൂയ. हालेलुया। യേശു തൊട്ടാൽ അങ്ങനെ ആയിരിക്കും. यीशु मसीह छू लेगा तो ऐसे छू लेंगे। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം യേശു കർത്താവ്. आपका जिंदगी में सबसे हालेलुया इम्पोर्टेंट वाला व्यक्ति बनना प्रभु यीशु मसीह। ഹല്ലേലൂയ. हालेलुया। ഇവിടെ ഇരിക്കുന്ന യൂത്തിനോട് ഞാൻ പറയുകയാണ്, इधर बैठने वाला जवान लोगों को परमेश्वर बोल रहा है, നിങ്ങളുടെ ജീവിതം കാലഘട്ടം വിലയുള്ളതാണ്. आपका जिंदगी बहुत मूल्य वाला जिंदगी है। നിങ്ങൾക്ക് ഒത്തിരി കാലം യേശുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ आपको പറ്റും. बहुत समय परमेश्वर का सेवकाई कर सकता है।
ഹല്ലേലൂയ. हालेलुया അത് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പമായിരിക്കാം. वो काम आप पढ़ाई का वक्त भी आप लोग ജോലി करना, ചെയ്യുന്നതോടൊപ്പമായിരിക്കാം. काम करना वक्त भी करना. ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया. ഒരു വലിയ കാലഘട്ടം ദൈവം നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ്. परमेश्वर आपके लिए एक बड़ा युग ओपन कर रहा है. Praise the Lord. हालेलुया. ഞാൻ ഒത്തിരി മീറ്റിങ്ങിന് പോകുമ്പോൾ യൗവനക്കാരെ ദൈവം അഭിഷേകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. मैं बहुत बंदगी में जाना वक्त जवान लोगों को प्रभु अभिषेक किया मैंने देखा, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. क्योंकि परमेश्वर को आपका जरूरी है. ആമേൻ बोलिए. ദൈവത്തിന് നിങ്ങളുടെ ആവശ്യമുണ്ട്. परमेश्वर को आपका जरूरी है. ഞാൻ നിങ്ങളെ പാസ്റ്ററാക്കാൻ വേണ്ടി അല്ല പറയുന്നേ, मैं आप पादरी बनने को नहीं बोल रहा है, പക്ഷെ യേശുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ. लेकिन आप यीशु मसीह आपका जिंदगी में रहने वाला व्यक्ति बनना. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ചിലപ്പോൾ വിലയുള്ള ഒരു ഫോൺ മേടിക്കും. हम हालेलुया एक बड़ा पैसा वाला फोन लेता है, 1.5 ലക്ഷം 2 ലക്ഷത്തിന്റെ എല്ലാം ഫോൺ മേടിക്കും. वो 1.5 लाख का 2 लाख का मोबाइल लेता है, പക്ഷെ ഇതിൽ സിം ഇട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. लेकिन 1.5 लाख का 2 लाख का मोबाइल में हम सिम नहीं डालेगा तो कोई फायदा नहीं है. ഹല്ലേലൂയ. हालेलुया. യേശു ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. यीशु मसीह हमारे जिंदगी में नहीं है तो भी वैसे है. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മുടെ ലഹരി കഞ്ചാവല്ല. मैंने कल ऐसे बोला हमारा नशा गंजा नहीं, അല്ല, പാൻപരാഗ് അല്ല, पान पराग नहीं, സിഗരറ്റ് അല്ല, बीड़ी नहीं, ഡ്രിങ്കിങ് അല്ല. ओ दारू नहीं. നമ്മുടെ ലഹരി യേശു ആയിരിക്കണം. हमारा नशा यीशु मसीह होना. ഓ ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ആ ലഹരി കൊണ്ട് നിങ്ങൾ നിറയണം. ओ प्रभु यीशु मसीह का नशा से आप लोग भरना. Praise the Lord. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. एक और वचन पढ़कर हमको मिलकर प्रार्थना करेंगे. യോവേലിന്റെ പുസ്തകം योवेल का पुस्तक 2-ാം അധ്യായം 2 अध्याय 28-ാം വാക്യം. 28 वाक्य. യോവേലിന്റെ പുസ്തകം योवेल का पुस्तक 2-ാം അധ്യായം 2 अध्याय 28-ാം വാക്യം. 28 वाक्य. उन बातों के बाद मैं सब प्राणियों पर अपना आत्मा उंडेलूंगा, तुम्हारे बेटे बेटियां भविष्यवाणी करेंगी और तुम्हारे पुनरिय स्वप्न देखेंगे और तुम्हारे जवान दर्शन देखेंगे. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. തലമുറകളെ കുറിച്ച് ശ്രദ്ധയോടെ കേൾക്കണമേ. ഒരു അല്പസമയം മാത്രമാണ് ഞാൻ आप लोग बहुत ध्यान से सुनिए, थोड़ा समय और मैं बताऊंगा. നമ്മുടെ തലമുറകളെ കുറിച്ച് അല്ലെങ്കിൽ യൗവനക്കാരെ കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? हमारे पीढ़ियों के बारे में, जवान लोगों के बारे में परमेश्वर का इच्छा क्या है? നിങ്ങളുടെ മക്കളെ കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? आपका बच्चों के बारे में परमेश्वर का इच्छा क्या है? ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത്? अपने बच्चों के लिए आप लोग क्या प्रार्थना करना? ദൈവവചനം പറയുന്നു, परमेश्वर का वचन में लिखा है, ഞാൻ അവരുടെ മേൽ ദൈവ ആത്മാവിനെ അയക്കും. मैं ओ लोगों पर मेरे आत्मा को भेजूंगा. ഹല്ലേലൂയ. हालेलुया. ഈ ദുഷ്ടലോകത്ത് ये दुनिया का दुष्ट दुनिया में വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ पवित्र जिंदगी चलाने के लिए പവിത്രാത്മാവ് നമ്മുടെ മേൽ വേണം. पवित्र आत्मा हमारे अंदर आना. ഹലോ, हालेलुया. നിങ്ങൾ എത്ര പേര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. आप कितना लोग पवित्र आत्मा को प्राप्त किया मुझे पता नहीं. അത് പ്രാപിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. पवित्र आत्मा को प्राप्त करना वो बहुत आशीष का बात है. പരിശുദ്ധാത്മാവില്ലാതെ സ്വർഗത്തിൽ കയറി ചെല്ലാനും പറ്റത്തില്ല. पवित्र आत्मा का बिना परमेश्वर का राज्य में पहुंचने को नहीं सकता है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ദൈവാത്മാവ് വ്യക്തമായി തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, परमेश्वर का आत्मा बाइबल में ऐसे लिखा है, സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. सब सब प्राणियों पर अपने आत्मा उंडेलूंगा. ഹല്ലേലൂയ. ഹല്ലേലൂയ.
हालेलुया ഹല്ലേലൂയ. हालेलुया എന്റെ ജീവിതത്തില് मेरे जिंदगी में വലിയ ചേഞ്ച് വന്നത് बड़ा बदलावट आया പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ്. पवित्र आत्मा आने के बाद में Praise the Lord. हालेलुया പലരും ഇതിനകത്തില്ല. कई लोग इसका एक अंदर नहीं है ഹല്ലേലൂയ. हालेलुया നമുക്കിതൊന്നും വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമല്ല. हमको ये कुछ भी बड़ा इम्पोर्टेंट बात नहीं പക്ഷെ എനിക്കാണ്. लेकिन मुझको है Praise the Lord. हालेलुया ഹല്ലേലൂയ. हालेलुया യേശു ഇന്ന് വന്നാൽ यीशु मसीह आज आएगा तो നമ്മൾ എത്ര പേർ പോകും? हम कितना लोग प्रभु के साथ जाएंगे ഹല്ലേലൂയ. हालेलुया എത്ര പേർ പോകും? हम कितना लोग प्रभु के साथ जाएंगे പോകണമെങ്കിൽ प्रभु के साथ जाना चाहते तो ദൈവാത്മാവ് നമ്മുടെ മേൽ വേണം. पवित्र आत्मा हमारे जिंदगी में चाहिए ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया ജീവിതത്തിൽ ചേഞ്ച് വേണമെങ്കിൽ ദൈവാത്മാവ് വേണം. जिंदगी में बदलावट चाहता है तो पवित्र आत्मा आपका जिंदगी में चाहिए ദൈവാത്മാവ് पवित्र आत्मा ഒരു ശക്തിയല്ല. सिर्फ एक शक्ति नहीं ചിലർ മനസ്സിലാക്കുന്ന ഒരു ശക്തിയാണ്. ओ कई ऐसे समझता है पवित्र आत्मा सिर्फ एक शक्ति है അത് ഇങ്ങനെ കൈ കുലുക്കാൻ പറ്റുന്നുണ്ട്, हाँ ऐसे ऐसे हिलता है എന്തൊക്കെ തോന്നുന്നുണ്ട്. वो बहुत कुछ ऐसे करने को मतलब मन में आता है പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. पवित्र आत्मा एक व्यक्ति है ചിലർക്ക് ഭയങ്കര വിഷമം വന്നത് പറഞ്ഞപ്പോൾ. ये सुनना समय कुछ लोगों को दुख आ रहा है ഹല്ലേലൂയ. हालेलुया Praise the Lord. हालेलुया ഇനി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പോലെ നമ്മുടെ കൂടെ നടന്നാൽ തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. पवित्र आत्मा एक व्यक्ति समान हमारा संग रहेगा तो हमको पाप कर नहीं सकता है Praise the हालेलुया Lord. സിഗരറ്റ് വലിക്കാൻ പറ്റത്തില്ല, हमको सिगरेट पीने को नहीं सकता है പാൻ പരാഗ് വയ്ക്കാൻ പറ്റത്തില്ല, हाँ पान पराग मुंह में रखने को नहीं सकता है ഡ്രിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. दारू पीने को नहीं सकता है ഹല്ലേലൂയ. हालेलुया Praise the Lord. आमेन ദൈവമക്കളെ, വിശുദ്ധ ജീവിതം നമുക്ക് ആവശ്യമാണ്. परमेश्वर का प्रिय लोग एक पवित्र जिंदगी हमको जरूरी है അത് തരുന്നത് പരിശുദ്ധാത്മാവാണ്. वो किधर से आता है पवित्र आत्मा से आता है ഹല്ലേലൂയ. हालेलुया പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. पवित्र आत्मा एक व्यक्ति है നിങ്ങൾ പ്രാപിച്ച ആ നിമിഷം മുതൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും. वो पवित्र आत्मा को आप जब प्राप्त किया उस समय से पवित्र आत्मा एक व्यक्ति समान आपका साथ चल रहा है ഹല്ലേലൂയ. हालेलुया അതുകൊണ്ടാണ് ബൈബിളിൽ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞ അവൻ വരുമ്പോൾ. इसीलिए बाइबल में ऐसे लिखा है प्रभु यीशु मसीह ने ऐसे कहा वो आना वक्त ഹല്ലേലൂയ. हालेलुया ഹലോ, തിരിച്ചറിയണമേ, आप लोगों को समझना എന്റെ സമയം വിലയുള്ളതാണ്, मेरा समय मूल्य वाला समय है നിങ്ങളുടെ സമയം വിലയുള്ളതാണ്, आपका समय भी मूल्य वाला समय है ഈ സമയവും വിലയുള്ളതാണ്. ये समय भी मूल्य वाला समय है പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ ദയവായി ഇന്ന് ഈ രാത്രി പ്രാപിക്കണം. पवित्र आत्मा प्राप्त नहीं किया लोग कृपया आज रात पवित्र आत्मा को प्राप्त करना ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവ സ്വഭാവം നിങ്ങളുടെ മേൽ വരും. पवित्र आत्मा आपका जिंदगी में आना समय पवित्र आत्मा का परमेश्वर का स्वभाव भी आपको मिलेंगे ഹല്ലേലൂയ. हालेलुया നിങ്ങളുടെ മേൽ ആരാണോ ഇരിക്കുന്നത് ആ സ്വഭാവമേ കാണിക്കത്തുള്ളൂ. आपका अंदर कौन है उनका स्वभाव आप दिखाएंगे ഹല്ലേലൂയ. हालेलुया ദൈവാത്മാവ് ഇരിക്കുമ്പോൾ ദൈവ സ്വഭാവം ഉണ്ടാകും. परमेश्वर का आत्मा आपका अंदर है तो परमेश्वर का स्वभाव प्रकट हो जाएगा അശുദ്ധാത്മാവ് ഇരുന്ന അശുദ്ധാത്മാവിന്റെ സ്വഭാവം. अशुद्ध आत्मा आपका अंदर है तो अशुद्ध आत्मा का स्वभाव प्रकट हो जाएगा ഒന്നിൽ പരിശുദ്ധാത്മാവ് വേണം, एक पवित्र आत्मा चाहिए ഇല്ലെങ്കിൽ ദുരാത്മാവ് അതിനകത്തുണ്ടായിരിക്കും. नहीं है तो उसका अंदर दुरात्मा है ഹല്ലേലൂയ. हालेलुया നമുക്ക് ദുരാത്മാവല്ല ആവശ്യം, हमको शैतान का आत्मा नहीं चाहिए നമുക്ക് പരിശുദ്ധാത്മാവാണ് ആവശ്യം. हमको चाहिए पवित्र आत्मा
ഹല്ലേലൂയ. हालेलुया। ഈ സ്നാനപ്പെട്ട വ്യക്തിയും സ്നാനപ്പെടാത്ത വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. बपतिस्मा लिया व्यक्ति बपतिस्मा नहीं लिया व्यक्ति का बीच में फर्क है। പരിശുദ്ധാത്മ പ്രാപിച്ച വ്യക്തിയും പരിശുദ്ധാത്മ പ്രാപിക്കാത്ത വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. पवित्र आत्मा प्राप्त किया व्यक्ति और पवित्र आत्मा प्राप्त नहीं किया व्यक्ति का बीच में फर्क है। ഹല്ലേലൂയ. हालेलुया। ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുൻപ് ഒരു മീറ്റിംഗിൽ സ്ഥിരം പോകുമായിരുന്നു. मैं पवित्र आत्मा को प्राप्त करने का पहले एक बंदगी में हमेशा जाता था। ഹല്ലേലൂയ. हालेलुया। ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. मैं उनके लिए प्रार्थना करता था, ഒന്നും സംഭവിച്ചിട്ടില്ല. कुछ भी संभव नहीं होता है। പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം ആ മീറ്റിംഗിന് പോയി. पवित्र आत्मा प्राप्त करने का बाद में मैं वो बंदगी में गया। ഞാൻ 2 സ്തോത്രം പറഞ്ഞതും ഒരു സഹോദരിയുടെ ഭൂതം ഇളകി താടങ്ങുന്നത്. मैं 2 प्रभु को स्तुति किया, उस समय एक स्त्री का अंदर से शैतान निकल गया। ഹല്ലേലൂയ. हालेलुया। ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അശുദ്ധാത്മാക്കൾ പേടിക്കാൻ തുടങ്ങും. पवित्र आत्मा आपका अंदर आना समय शैतान डर जाएगा। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ദൈവാത്മാവ്